ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അതേ ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ ഒരുങ്ങിയൊന്നും നിന്ന് വലിയ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഈ വീട്ടിലെ പരിസരങ്ങളും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് പോകും, പ്രത്യേകിച്ച് ഞാന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങള് വാഗമണ്ണിന് പോകാണ് കേട്ടോ. അപ്പൊ വാഗമണ്ണിന് പോകുമ്പോ എന്നാ പിന്നെ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ വാഗമണ്ണിന് ഇപ്പൊ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇതുവരെ പോയി കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഇന്ന് സൺഡേ അല്ലേ, എന്നാൽ പിന്നെ പോയേക്കാന്ന് ഓർത്തു. അപ്പൊ ഏതായാലും നമുക്കൊന്ന് പോയി ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കണ്ടിട്ട് വരാം. നിങ്ങളിൽ പലരും കണ്ടു കാണും, പലരും വന്ന് കാണും, വീഡിയോസിലൂടെയൊക്കെ ഒത്തിരി കണ്ടു കാണും. കാരണം ഇപ്പൊ അത് കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ചെന്നൊക്കെ കണ്ടൊക്കെ കാണുമായിരിക്കും. ഇടുക്കി ജില്ലയിൽ കിടന്ന് ഇത്ര അടുത്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. പോയി നോക്കി എങ്ങനെയുണ്ട്. ഇപ്പൊ ഏതായാലും കാലാവസ്ഥയൊക്കെ അനുകൂലമൊന്നും അല്ല. മഴയുണ്ട്, വെയിലുണ്ട്, മാറി മാറി മഴയും വെയിലും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ അവിടെ കോടയുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് 2-3 റീൽസ് ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ കാണാത്തവരുണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കാണാത്തവരൊക്കെ കാണും. ഒരാളെങ്കിൽ ഒരാളാ അവരെ കാണിക്കുമ്പോ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷമാവുമല്ലോ അല്ലെ. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളിതേ വണ്ടിയിൽ കയറിയിട്ടോ. വണ്ടിയിൽ കയറി ഞങ്ങള് വാഗമണ്ണിലേക്ക് പോവാണ്. അല്ലുണ്ട്, കുഞ്ഞാറ്റയുണ്ട്, അപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ എത്ര വർഷമായി ഏട്ടാ അതവിടെ വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ്? കറക്റ്റ് 2 വർഷമായി. അതിൽ കൂടുതലായില്ലല്ലോ. 2 വർഷം ആകാറായി കാണുമെന്ന് എനിക്ക് തോന്നുള്ളൂ. 2 വർഷം ആയോന്ന് ഒരു സംശയമുണ്ട്. ഏതായാലും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഏതായാലും ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അത് പോയി കാണണം. പക്ഷെ ഇതുവരെ നമുക്ക് നടന്നിട്ടില്ല, അത് പോയി കാണാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പൊ ഇങ്ങനെ വഴിയിലെ കാഴ്ചയൊക്കെ കണ്ട് നമുക്കങ്ങ് പോകാം അല്ലെ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണാം. അവിടെ പോയി ഞാൻ പറഞ്ഞ പോലെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുമ്പം വലിയ രീതിയിൽ റീൽസ് എടുക്കാൻ എനിക്ക് പറ്റാറില്ല. നമ്മൾ ആഗ്രഹിക്കാതെ വല്ല പെട്ടെന്നൊക്കെ എന്തെങ്കിലും റീലൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അല്ലെ നമ്മൾ ആഗ്രഹിച്ച് ഒത്തിരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ റീൽസ് എടുത്തിട്ട് ശരിയായിട്ടില്ല. ഏതായാലും നമുക്ക് പോകാമേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇവിടെ വാഗമണ്ണ് വന്നു കേട്ടോ. വാഗമണ്ണ് വന്നിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള സ്ഥലത്ത് എത്തി. ഞങ്ങൾ ചേട്ടായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ ഫുള്ള് കാണാൻ വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതും കാലാവസ്ഥയും ഇപ്പൊ നല്ല അനുയോജ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നടന്നു പോണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ വണ്ടിയിലാണ് ഉള്ളത്. ഇവിടുന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോണെന്നാ തോന്നുന്നത്. ഏതായാലും ഫുള്ളായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. മഴയൊന്നും പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നൊക്കെ ഉണ്ട്, ചെറിയ പേടിയും ഉണ്ട്.
അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ ഉറപ്പായിട്ടും കയറും. എനിക്ക് സാധാരണ അങ്ങനെ പേടിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളിൽ കയറാൻ. പക്ഷേ ചേട്ടായി മക്കളും കയറുമെന്ന് നമുക്കറിയില്ല കേട്ടോ. ഏതായാലും അവർക്ക് പേടിയുണ്ടെങ്കിൽ കയറില്ല. ഏതായാലും ഞാൻ കയറും. ഞാൻ കയറി എനിക്കൊരു വീഡിയോ എങ്കിലും എടുത്തില്ല, ഒരു സമാധാനമില്ല. നമ്മൾ ഇവിടം വരെ വന്നത് കഷ്ടപ്പെട്ടിട്ട് വന്നത് വെറുതെ ആവില്ലേ. അപ്പൊ എല്ലാവരെയും കാണിച്ചു തരാട്ടോ. നമുക്ക് നേരെ ഇനി വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം. അപ്പൊ ആ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും പോകുന്ന വഴിക്ക് നമുക്ക് കാണാമേ, എല്ലാം കാണിച്ചു തരാമേ. ഓക്കേ. അപ്പോൾ ഇതാട്ടോ വാഗമണ്ണിലെ പ്രശസ്തമാകുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, അവിടെ കയറാൻ കഴിഞ്ഞില്ല. കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്, അല്ലെങ്കിൽ മഴക്കാലമാക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശനമില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 മാസമായി ഇപ്പം നടത്തിയിട്ടിരിക്കുകയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലെ പ്രവേശനം. എന്നിരുന്നാലും ഞങ്ങൾ ദൂരെ നിന്ന മനോഹര കാഴ്ചകൾ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി. 100 കണക്കിന് ആളുകളാട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിഡ്ജിൽ കയറുവാൻ പറ്റിയില്ലെങ്കിലും വരുന്നവർക്ക് ആസ്വാദനകരമാകുന്ന രീതിയിലുള്ള ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ടൂറിസം വകുപ്പ് നടത്തിയിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് കളിക്കുവാൻ പാർക്കുകളും അതുപോലെ ഗാർഡനുകളും അഡ്വഞ്ചറായിട്ടുള്ള പല പദ്ധതികളും ഇവിടെ ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാഗമണ്ണിലെ പ്രത്യേകത. ഞങ്ങൾ മൂന്നാറും തേക്കടിയും അതുപോലെ വിവിധ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ പോയെങ്കിലും അതെല്ലാം ഞങ്ങൾക്ക് ഇത്രയും അടുത്തായി വാഗമണ്ണിൽ ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്, ഇത്രയും താമസിച്ചു പോയല്ലോ എന്നൊരു പശ്ചാത്താപം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടോ. ഞങ്ങൾ തേക്കടിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള, പക്ഷേങ്കിൽ അവിടത്തെക്കാലൊക്കെ മൂന്നാറിനേക്കാളൊക്കെ എത്രത്തോളം മനോഹരമാക്കി മാറ്റി ഈ 2 വർഷം കൊണ്ട് ഈ ടൂറിസം വകുപ്പ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടുത്തെ പ്രധാന ഒരു തരംഗമായി മാറിയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ 2 മാസമായിട്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. മഴയത്ത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ആരും കയറാത്തത്, പ്രവേശനമില്ലാത്തത്. എങ്കിലും വിദൂരമാകുന്ന കാഴ്ചകൾ തന്നെ കൊണ്ട് ഇത്രത്തോളം മനോഹരമാക്കി വലിയ അഗാധമായ ഗർത്തങ്ങളും അതുപോലെ വിവിധ തരങ്ങളായ കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചില സമയത്ത് വലിയ രീതിയിൽ കാറ്റുകൾ വരുമ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കയ്യിൽ പിടിച്ച് മാത്രം പോവുക. അതുപോലെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അവിടെ വേലിക്കെട്ടുകൾ ഉണ്ട്, വേലികൾ നിർമ്മിച്ച് സംരക്ഷണ ഭിത്തികൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഈ ഭാഗമുള്ള ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇവിടെ കളിക്കാൻ നല്ല രസമുണ്ടോ. അവരൊക്കെ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. എൻ്റെ പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത ഒരു നിമിഷമായിരുന്നു ഇന്ന്. എന്തായാലും വാഗമണ്ണ് ഈ മൂന്നാറിനേക്കാളും തേക്കടിയേക്കാളൊക്കെ മനോഹരമായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പം ഞാൻ ഇത്രയും നാൾ മൊട്ടക്കുന്ന് അല്ലെങ്കിൽ മെയിൻ റോഡ് സൈഡിലുള്ള മൊട്ടക്കുന്ന് മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. എന്തായാലും ഇന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ വരുവാൻ ഞങ്ങൾ തീരുമാനിച്ച്. അതൊട്ടും നഷ്ടമായില്ല, വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഞങ്ങൾക്കത് അവിടുന്ന് തിരിച്ചു പോരുവാൻ ഞങ്ങൾക്കൊട്ടും മനസ്സില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഓണത്തിനായിക്കോട്ടെ ഞങ്ങൾ ഇങ്ങോട്ടുള്ള വരവെന്ന് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമെടുത്താണ് ഞങ്ങൾ പോകുന്നത്. 100 കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ബ്രിഡ്ജിൽ കയറുവാൻ കഴിയില്ലെങ്കിലും അതിലും ഉപരിയായിട്ട് ഇവിടെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി 100 കണക്കിന് വിദേശികളും സ്വദേശികളുമായ അന്യസംസ്ഥാന ആളുകളൊക്കെ സംസ്ഥാനത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വാഗമണ്ണ് മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വിദൂര കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്.
മാത്രമല്ല ഇത് ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരത്തോളം മൊട്ടക്കുന്നുകളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം മറ്റൊരു കുന്നിലേക്ക് പോകുക, അതിനു വേണ്ട വഴികളും അതുപോലെ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല റോഡുകൾ, നല്ല അല്ലെങ്കിൽ നടന്നു പോകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഓടുകൾ പതിപ്പിച്ച ചെറിയ വഴികൾ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരോ കുന്നുകൾ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഞങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ച് വിടുന്നത്. എന്തായാലും മൊത്തം മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ പകർത്തുവാൻ കഴിഞ്ഞില്ല, പകർത്തി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാഗമണ്ണിലെ മനോഹര കാഴ്ചകൾ കാണാൻ വരണം. ഇപ്പം ഞങ്ങൾ വേറൊരു മുട്ടക്കുന്ന്, അതിനോട് ചേർന്നുള്ള വേറൊരു കുന്നിൽ വന്നപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേങ്കിൽ ഓവറായിട്ട് അല്പം ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അഗാധമായ ഗർത്തമുണ്ട്. അങ്ങോട്ടൊന്നും ആരും പോകാറുമില്ല. അങ്ങനെ ഒരു അപകടം ഇവിടെ നിലവിൽ നടന്നിട്ടുമില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഈ മുട്ടക്കുന്ന്, ഈ ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു കുന്നാട്ടോ, അവിടെ നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ പറത്തിക്കൊണ്ട് പോകുന്ന വിധത്തിലുള്ള ഒരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് താഴേക്ക് ഇറങ്ങി പോകാറില്ല. മനോഹരമാകുന്ന ഒരവസ്ഥയാണ് കാറ്റത്ത്. ഇപ്പം മഴക്കാലത്താണെങ്കിലും കുട്ടികൾക്ക് അല്പം തണുത്ത്, ഇന്ന് മഴയില്ലെങ്കിലും വേനൽക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ ഒട്ടും നമ്മൾ മടുക്കത്തില്ല. കാരണം ഈ കാറ്റ് നമ്മുടെ എല്ലാ വെപ്രാളങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചൂടിനെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു കാറ്റാണ് ഇവിടുന്ന് വരുന്നത് എന്നുള്ള പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ, മറ്റ് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ, അങ്ങോട്ടൊക്കെ പോകാം. അപ്പോൾ അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെയും പല പദ്ധതികളൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം വിദൂര കാഴ്ചകളത്തിന് കൊണ്ട് എന്ത് മനോഹരമാണെന്ന് നോക്കി. വാഗമണ്ണിൽ ഇത്രയും സൗന്ദര്യമുള്ളൊരു പ്രദേശമാണെന്ന് ഈ തൊട്ടടുത്ത് കിടക്കുന്ന എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ ഇതൊക്കെ ഫോർവേഡ് ചെയ്ത് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും വാഗമണ്ണിലേക്ക് വരുമ്പോൾ ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഈ എൻ്റർടൈൻമെൻറ്റ് വളരെ സേഫ്റ്റി ആയിരിക്കുമെന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് പോയത്. എന്തായാലും കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വാഗമണ്ണിലേക്ക് തീർച്ചയായിട്ടും വരണം. ബാക്കി മുകളിലേക്കുള്ള കുട്ടികൾക്കും അതുപോലെ നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അല്പം നീണ്ടുപോയി. ഇതൊന്നുമല്ല, ഒരുപാട് സ്ഥലത്തെ വീഡിയോകളൊക്കെ ഞങ്ങൾ പിരിച്ചിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങളുടെ ഈ വാഗമണ്ണിൽ ഇന്നത്തെ ഈ ട്രിപ്പ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. പ്രദേശത്തെ മനോഹരമാകുന്ന ആ നയന മനോഹരമാകുന്ന പ്രദേശമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഗമണ്ണിൽ വരിക. വാഗമണ്ണിലെ വശ്യമനോഹര സൗന്ദര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തെ ഒക്കെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് വന്നാൽ തന്നെ നിങ്ങൾക്കെല്ലാം ഹാപ്പിയായിട്ട് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയ ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ കൊച്ചു ചാനലാണ്. അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങളുടെ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങളെ ഒരുപാട് പ്രചോദനം തരും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എന്തായാലും ഞങ്ങളും കുട്ടികളൊക്കെ ഹാപ്പിയായിരുന്നു. വീണ്ടും ഞങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.